എത്ര പെട്ടെന്നാലേ നോമ്പ് പോകുന്നത്. ഇന്ന് നോമ്പിൻ്റെ അപ്പുറം സമയവും പെട്ടെന്ന് അങ്ങ് പോയിട്ടുണ്ട്. സാധാരണ നമുക്ക് ഇങ്ങനെ അങ്ങ് നേരം വകലില്ലേ. ഇന്ന് നമുക്ക് നോമ്പ് തുറക്കാൻ ആളും കൂടി. നോമ്പിൻ്റെ ടൈമിൽ ഇവിടെ എണ്ണക്കടികളൊക്കെ ഞാനും മെയിൻ കോഴ്സ് ഇവിടെ ഉമ്മയാണ് ഉണ്ടാക്കല്. അങ്ങനെ ഞങ്ങൾ ഷിഫ്റ്റ് ആയിട്ടാണ് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കല്. കഴിഞ്ഞ വർഷത്തെ നോമ്പ് കഴിയുന്ന സമയത്ത് നമ്മൾ പ്രതിജ്ഞ എടുത്തതായിരുന്നു ഈ വർഷത്തെ നോമ്പിനൊന്നും ഒരു എണ്ണക്കടികൾ അങ്ങനത്തെ ഒരു സാധനമോ ഷുഗറോ ഒക്കെ കട്ട് ചെയ്ത് അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കില്ല എന്നുള്ളത്. വൈകാതെ തന്നെ നമുക്ക് ആ സത്യം മനസ്സിലാക്കിയിട്ട് നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടൂല. സത്യം പറയാലോ, നോമ്പ് ഒന്നിന് തന്നെ നമ്മളത് പൊട്ടിച്ചെറിഞ്ഞിട്ടുണ്ട്. 2 കടികളോട് കൂടി നമ്മളത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അതായത് ഒരാൾക്ക് ഒന്നെന്നുള്ള രീതിയിലൊക്കെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ എന്തുണ്ടാക്കിയാലും അപ്പുറം ഇപ്പുറം കുറച്ചൊക്കെ കൊടുക്കുകയും ചെയ്യും. അവർ ഇതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ടും തരികയും ചെയ്യും. അപ്പോൾ പറഞ്ഞ് നമ്മളങ്ങ് എത്തിപ്പോയി. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നൊക്കെ വെച്ചാൽ നമ്മൾ പയനർച്ചുണ്ട്, പിന്നെ മുട്ട ബജിയിലെ മുട്ടേനുള്ളിൽ ചമ്മന്തി ഇട്ടിട്ടൊരു സംഭവമില്ലേ അതുണ്ട്, പിന്നെ ഉള്ളിവടയും ജ്യൂസൊക്കെ ആയിരുന്നു ഉള്ളത്. പിന്നെ മെയിൻ കോഴ്സ് ആയിട്ട് ടയർ പത്തിരും ചിക്കൻ കറിയും പുട്ടായിരുന്നു ഉള്ളത്. പിന്നെ ഇതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് തന്നെ നല്ല ലേറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ബാങ്ക് കൊടുത്ത് പിന്നെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയാണ്. അപ്പോൾ ഓക്കെ, ബൈ.